വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. ലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അമേരിക്ക ഇസ്രായേൽ ഇറാഖിനെ ആക്രമിച്ചു. അതിൻ്റെ ഒരു വലിയ ഒരു ദുരന്തം എന്ന വണ്ണം നമ്മൾ ഇത്ര നാളും ചേരി തിരിഞ്ഞ് പലരെയും സപ്പോർട്ട് ചെയ്ത് പലർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മളും ഈ യുദ്ധമുഖത്തേക്ക് പ്രവേശിക്കുകയാണ്. യുദ്ധത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വലിയ ഒരു എഫക്റ്റ് ഇനി നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും നമ്മൾ അനുഭവിക്കാൻ പോകുന്നു. പാചകവാതകം, പെട്രോള്, ഡീസല്. നമ്മുടെ അടുക്കളയിൽ ഇനി എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ നോക്കിയാൽ ഇനി നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ ഇനി കഴിയിട്ട് പോവുകയാണ്. അപ്പൊ ഈ യുദ്ധത്തിൽ നമ്മൾ ഇത്ര നാളും സേഫായിരുന്നു. സോഷ്യൽ മീഡിയയിലും അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ഇടുന്ന കമൻറ്റുകൾക്ക് വളരെ സേഫായിട്ടായിരുന്നു നമ്മൾ ഇത്ര നാൾ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി വരുന്നതൊക്കെ ഓരോ നിമിഷവും നമ്മൾക്കിനി വലിയ സങ്കടങ്ങളുടെയും ഞെരുക്കത്തിൻ്റെയും കാലഘട്ടം കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഈ യുദ്ധ കാലഘട്ടത്തിൽ, ഈ യുദ്ധത്തിൽ ചിലവരൊക്കെ ഈ യുദ്ധം ആവശ്യമായിട്ട് വേണ്ടി വന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ആരെ യുദ്ധം ജയിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്നറിയാം. പക്ഷേ ഈ യുദ്ധത്തിൽ നേട്ടം കൊയ്യുന്നവരുണ്ട്. ഈ പാരസൈറ്റുകൾ പോലെയാണ് ചിലർ. കൂടെ നിന്ന് ഇരുന്ന് രക്തം കുടിച്ച് വയറു വീർപ്പിക്കുന്നവർ. യഥാർത്ഥത്തിൽ അവർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ യുദ്ധത്തിലൂടെ. തീർച്ചയായിട്ടും ഇറാനും അമേരിക്ക ഇസ്രായേൽ തമ്മിലുള്ള ഈ യുദ്ധത്തിൽ റഷ്യ എന്ന രാജ്യത്തെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. അവർ ഇറാന് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയായിരുന്നു. പക്ഷെ യുദ്ധത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക്, അതിൻ്റെ മുന്നോട്ടുള്ള ചുവടുവെപ്പിലേക്കൊന്നും അവർ വന്നില്ല. ഒരു ബാഹ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട്. ഒന്നാലോചിച്ച് നോക്കി, 2 വർഷമായിട്ട് ഉക്രൈനായിട്ടുള്ളൊരു യുദ്ധം അവരിങ്ങനെ മുന്നോട്ട് ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്. ഇത്രയും വലിയൊരു രാജ്യം ചെറിയൊരു രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. ഉക്രൈൻ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധമായതുകൊണ്ട് തന്നെ റഷ്യക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. ഈ യുദ്ധം റഷ്യക്ക് വലിയൊരു അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. കാരണം റഷ്യക്ക് ഈ സമയങ്ങളിലൊക്കെ നോക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു. ഇറാന് അവരുടെ ആയുധങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വലിയ ഭീമമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച അവർക്ക് വന്നു. ഒപ്പം റഷ്യക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായി. ഉക്രൈന് ലഭിച്ചിരിക്കുന്ന അമേരിക്കയുടെ സപ്പോർട്ട് ഇവിടെ കുറഞ്ഞു വന്നു. കാരണം അമേരിക്കയായി വിചാരിച്ച പോലെ ഇറാനെ തോൽപ്പിക്കാനായിട്ട് എളുപ്പത്തിൽ സാധിച്ചിട്ടില്ല. ഇനിയും സാധിച്ചിട്ടില്ല. 3 ആഴ്ചയ്ക്കധികമായിട്ട് യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നു. ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല. സാമ്പത്തികമായിട്ടും എല്ലാ തലത്തിലും ഇറാൻ വളരെയധികം വളർച്ച പ്രാപിച്ചൊരു രാജ്യമാണ്. ഇസ്രായേലും അമേരിക്കയും ലോകത്തിലെ വലിയ 2 ശക്തികൾ കൂടിയിട്ട് നശിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും ഇറാനെ അങ്ങനെ നശിപ്പിക്കാൻ പെട്ടെന്ന് സാധിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഉക്രൈനിൽ ലഭിച്ചിരുന്ന അമേരിക്കൻ സപ്പോർട്ട് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അവർക്ക് ലഭിക്കാതെ വരുന്നു. അത് റഷ്യക്ക് വലിയ ഉപകാരപ്രദമാകാണ്. ഈ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ചേരി തിരിഞ്ഞ് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ, നമ്മുടെ ഒരു പ്രശ്നത്തെ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, ചിലതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മളൊക്കെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഈ റഷ്യ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾക്ക് ഈ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ജാഗ്രതയോടെ കുറേയും കൂടിയും എങ്ങനെ യുദ്ധത്തെ തരണം ചെയ്യാൻ, വലിയ പ്രകൃതി ദുരന്തങ്ങളും കൊറോണ എന്ന മഹാമാരിയും വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ തരണം ചെയ്തു വന്നതാണ്. എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ പാചകവാതകം, മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല. യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെടുകയാണ് എന്നേക്കുമായിട്ട്. തീരാ നഷ്ടങ്ങളുടെ വലിയൊരു ഒരു ദുരന്തമാണ് യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ പലരെയും സപ്പോർട്ട് ചെയ്യുകയും
പലർക്കും വേണ്ടി ബാധിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. യുദ്ധമില്ലാതിരിക്കാനായിട്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആദ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. പരസ്പരമുള്ള സ്പർദ്ധകൾ, പരസ്പരമുള്ള വാക്പോരുകൾ, പരസ്പരമുള്ള ഒരു വലിയ മത്സരത്തിൻ്റെ പടയോട്ടങ്ങൾ, ഇതൊക്കെ ഇവിടെ നിന്ന് അവസാനിച്ചാലാണ് അടുത്ത ഒരു വലിയ തലമുറയ്ക്ക് വലിയ പാഠമായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ യുദ്ധം പെട്ടെന്ന് അവസാനിച്ച് കിട്ടാൻ. എന്നിരുന്നാൽ മാത്രമേ ഈ ലോകം മുഴുവൻ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ യുദ്ധാനന്തരം ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധത്തിൽ ഒരുപാട് ദുരന്തങ്ങളും മുറിവുകളും മരണങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചുപോയത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം, യുദ്ധത്തിൻ്റെ തീവ്രത കുറഞ്ഞ് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാനായിട്ടുള്ള വലിയ കൃപ രാഷ്ട്ര നേതാക്കന്മാർക്ക് നൽകണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.